CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് കവർച്ച. പടിഞ്ഞാറേ നടയിൽ ഗാന്ധിനഗറിലെ മാസ് സെന്റർ എന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന L&T ഫൈനാൻസ് സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ലക്ഷങ്ങളുടെ നഷ്ടം. ചൂണ്ടൽ പാലത്തിന് സമീപം വീണ്ടും അപകടം. വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10-ലേറെ പേർക്ക് പരിക്ക്. 2 കാറുകളും ലോറി, ബസ് എന്നിവയാണ് കൂട്ടിയിടിച്ചത്. പെരുമ്പിലാവിൽ മദ്യലഹരിയിൽ ഓടിച്ച വാഹനം നാട്ടുകാർ തടഞ്ഞു. കാറിലുണ്ടായിരുന്നവർ നാട്ടുകാരെ അസഭ്യം വിളിച്ചതിനെ തുടർന്ന് സംഘർഷമുണ്ടായി. പോലീസ് എത്തി കാറിലുണ്ടായിരുന്നവരെ കസ്റ്റഡിയിലെടുത്തു. ചങ്ങരംകുളത്തുണ്ടായ വാഹനാപകടത്തിൽ അജ്ഞാത ബുള്ളറ്റിടിച്ച് 11 വയസ്സുകാരന് പരിക്കേറ്റു. വടക്കേക്കാട് സ്വദേശി വന്നേരിപ്പാട്ട് മാനവ് മോഹനാണ് പരിക്കേറ്റത്. ആവേശം അലതല്ലിയ അന്തരീക്ഷത്തിൽ മണലൂർ നിയോജക മണ്ഡലം ഇടതുമുന്നണി കൺവെൻഷൻ നടന്നു. തൃശൂർ ലോക്സഭാ ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കൺവെൻഷനിൽ നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനം ഒഴുകിയെത്തി. മതേതരത്വം സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂർ ടൗൺഹാളിൽ UDF ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാട്ടകാമ്പാൽ മണ്ഡലത്തിലെ പ്രഥമ UDF പ്രവർത്തക യോഗം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം ആരംഭിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പാർലമെന്റ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന K മുരളീധരന് അഭിവാദ്യം അർപ്പിച്ച് പുന്നേർകുളം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രകടനം നടത്തി. LDF പന്നിത്തടം ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പന്നിത്തടം സെന്ററിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുന്നംകുളം നിയോജക മണ്ഡലം സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് തൃശൂർ വാക്കേഴ്സ് ക്ലബ്ബും വെറ്റനറൻ ഫുട്ബോൾ ടീമും ചേർന്ന് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സ്വീകരണമൊരുക്കി. 96 ദേശങ്ങൾക്ക് ഉത്സവപ്പൊലിമയേകി ആമക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ചൊവ്വാഴ്ച ആഘോഷിക്കും. രാവിലെ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് തന്ത്രി നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരുവന്മല പട്ടികജാതി കോളനിയിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ്ലേറ്റിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. അക്കിക്കാവ് ആനക്കല്ലിൽ പ്രവർത്തിക്കുന്ന മേരി മാത ബോയ്സ് കോട്ടേജ് ഭാരവാഹികൾക്ക് നൽകിയ വാക്കുപാലിച്ച് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത സ്ഥാപനം സന്ദർശിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണലി കോളനിയിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ്ലേറ്റിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. മറ്റം കണ്ടിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ചൊവ്വാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് പെരിങ്ങോട് ഉണ്ണികൃഷ്ണന്റെ മേളപ്രമാണിത്വത്തിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് എഴുന്നള്ളത്ത് ആരംഭിക്കും. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവകയിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ശ്രാദ്ധ തിരുനാളിന് കൊടിയേറി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി ആളൂർ കൊടിയേറ്റം നിർവഹിച്ചു. പുന്നേർകുളം മന്നലാംകുന്ന് കിണർ ഗ്രാമസ്വരം സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സബ് ജൂനിയർ അണ്ടർ 14 ഫുട്ബോൾ ടൂർണമെന്റിൽ CH അകലാട് ജേതാക്കളായി. ഗുരുവായൂർ ആക്ട്സ് 17ാം വാർഷികാഘോഷവും പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. ടൗൺഹാളിന് സമീപത്തുള്ള കുട്ടികൃഷ്ണൻ സ്മാരക കെട്ടിടത്തിലെ 2ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസ് നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ ചമ്മന്നൂർ GMLP സ്കൂളിൽ കരാട്ടെ ക്ലാസ് ആരംഭിച്ചു. സ്കൂളിലെ 3-4 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ക്ലാസിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. രക്താർബുദത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മരത്തംകോട് പുതിയ മാത്തൂർ കാനിങ്ങാട്ട് രാജേന്ദ്ര പ്രസാദിന്റെ ചികിത്സയ്ക്കായി ഷെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി 1 ലക്ഷം രൂപ ധനസഹായം നൽകി. പുന്നേർകുളം കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ തിളക്കം 2024 പഠനോത്സവം സംഘടിപ്പിച്ചു. സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായ പതാക പ്രയാണത്തിന് ചാലിശ്ശേരിയിൽ സ്വീകരണം നൽകി. വേലൂർ ചെറുകുന്ന് കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. തൃശൂർ സിറ്റി കേരള പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹെൽത്ത് ചെക്കപ്പ് ക്യാമ്പയിൻ നടത്തി. വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നൃത്താവിഷ്കാരം ശ്രദ്ധേയമായി. എരുമപ്പെട്ടി ഉമാമഹേശ്വര നൃത്തവിദ്യാലയം അധ്യാപിക മഞ്ജുഷ പഴവൂരാണ് നൃത്തം ചിട്ടപ്പെടുത്തിയത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി സെന്റ് മേരി സിറിയൻ ദേവാലയത്തിൽ 2 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന സുവിശേഷ മഹായോഗം സമാപിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരത്തംകോട് MPMUP സ്കൂളിൽ പറവകൾക്ക് സ്നേഹത്തണ്ണീർക്കുടം പദ്ധതി തുടങ്ങി. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ബെന്നി അൽഫോൺസ് ഉദ്ഘാടനം ചെയ്തു.
പാറേമ്പാടം ആറ്റുപുറം റോഡിന്റെ പഴഞ്ഞി മുതൽ പെങ്ങാമുക്ക് വരെയുള്ള ഭാഗങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.